സഞ്ജുവിന് എന്താ കൊമ്പുണ്ടോ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി പലതവണ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. സിംബാബ്വെ ടൂറിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ടീം അനൗൺസ് ചെയ്തപ്പോഴും സ്ഥിതി മറ്റൊന്നല്ല. വൈഭവ് സൂര്യവംശി റീറ്റെയിൻ ചെയ്തപ്പോൾ റൈറ്റ് ഹാൻഡറായിട്ടുള്ള സഞ്ജുവിന് പകരം പഞ്ചാബിൻ്റെ പ്രഭ് സിമ്രാനെ കൊണ്ടുവന്നു. ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ അഗാർക്കറിൻ്റെ അഭിപ്രായത്തിൽ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്യല്ലേ, പക്ഷേ പുതിയതായിട്ട് വരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്ക് അവസരം കൊടുക്കാനും ഇന്ത്യൻ സൈഡ് ബെഞ്ചിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീമാണിത്. പക്ഷേ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കുത്തി നിറച്ചിട്ടൊരു ടീമിൽ നിന്ന് റൈറ്റ് ഹാൻഡിങ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനുള്ള സഞ്ജുവിനെ എന്തുകൊണ്ട് മാറ്റി? T20 വേൾഡ് കപ്പിന് ശേഷം സഞ്ജു കളിച്ചിട്ടുള്ള 3 മത്സരങ്ങളിലും ഫോം ഔട്ടായി എന്നുള്ളതിൻ്റെ പേരിലോ? സഞ്ജുവിൻ്റെ ഈ ഡിസ്മിസലുകളൊക്കെ മുറിച്ച് ടെക്നിക്കലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്വിങ് അസസ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നില്ല. ഒരു ഇൻ്റർനാഷണൽ കണ്ടീഷൻ ഒന്ന് അസസ് ചെയ്ത് 10-15 ബോൾസ് എടുത്ത് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നില്ല. അതേപോലെ പ്ലേയിങ് എവേ ഫ്രം ദ ബോഡി, ഇതൊക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ സഞ്ജു മാത്രമല്ല ഈ ഒക്കെ റീസണിൽ ഔട്ടാകുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ കൂടെ ചേർത്ത് പറയണം. വൈഭവ് സൂര്യവംശിക്ക് അവസരം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആയിട്ടുള്ള അഭിഷേക് ശർമ്മയോ ഇഷാൻ കിഷനോ അല്ലെങ്കിൽ തിലക് വർമ്മയോ പുറത്തിരുന്നില്ല? ലോജിക്ക് ഇടിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ പലതുണ്ട്. സഞ്ജുവിൻ്റെ ഫോം ഡിസൈഡ് ചെയ്തിട്ടുള്ള ഈ 3 മാച്ചുകളിൽ മറ്റ് ഇന്ത്യൻ ബാറ്റേഴ്സ് എത്ര അടിച്ചെന്ന് നോക്കാം. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഇഷാൻ കിഷൻ അടിച്ചത് ഈ 3 മത്സരങ്ങളിൽ നിന്ന് 13 റണ്ണാണ്, അതിലൊരു ഡക്കും. തിലക് വർമ്മയാവട്ടെ 87 റൺസ്. ഇതിൽ 46 ബോളിൽ ഒരു 55ൻ്റെ ഒരു ഇന്നിങ്സ് ഉണ്ട്. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ബോൾ കൺസ്യൂം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ തിലക് വർമ്മയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ ബോൾ കൺസ്യൂം ചെയ്യുന്നത് ആളുടെ ഒരു പ്രവണതയായി മാറിയിട്ടുണ്ട്. ഇനി സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പാർട്ട്ണറായിട്ടുള്ള അഭിഷേക് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് കപ്പ് മുതലുള്ള റെക്കോർഡ് എടുക്കേണ്ടവർ. വേൾഡ് കപ്പിൻ്റെ ലീഗ് സ്റ്റേജ് മുതൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഫസ്റ്റ് T20 വരെയുള്ള റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 11 മാച്ചിൽ നിന്ന് 249 റൺസ്. ഈ 11 ഇന്നിങ്സുകളിൽ 4 ഡക്ക് ഉൾപ്പെടുന്നു. അതിൽ 3 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേതായിരുന്നു. ഇതേ വേൾഡ് കപ്പിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലുള്ള ഒരു ഇന്ത്യൻ ടീമിൻ്റെ വൾണറബിലിറ്റി ഓപ്പോസിറ്റ് ടീം മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ് ആദ്യത്തെ മത്സരങ്ങളിൽ അവസരം കിട്ടാണ്ടിരുന്ന സഞ്ജുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ക്രീസിലുള്ള സമയത്തായിരുന്നു ഓഫ് ബ്രേക്സ് ബോളേഴ്സ് കൂടുതലും അവരുടെ അറ്റാക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. 42 ഓവർ ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കപ്പെട്ടു. അതിലടിക്കാൻ പറ്റിയത് 315 റൺസ്. ഇതിനിടയ്ക്ക് 15 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ഇന്ത്യക്ക്. ഓപ്പോസിറ്റ് ടീംസിൻ്റെ ഈ ടാക്ടിക്സ് പൊളിക്കപ്പെട്ടത് സഞ്ജുവിൻ്റെ വരവോടെയായിരുന്നു. ആൻഡ് വെറും 5 ഇന്നിങ്സ് കൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് എന്നൊരു അവാർഡ് അത് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ആൻഡ് മോർ ഓവർ ഇന്ത്യ വൺ ദ വേൾഡ് കപ്പ്. അങ്ങനെയുള്ളൊരു പ്ലെയറിനോടുള്ളൊരു റെസ്പെക്റ്റ് അതെവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഓഫ് കോഴ്സ് ഇന്ത്യൻ കണ്ടീഷൻ വിട്ട് പുറത്ത് വരുമ്പോൾ ഓവർസീസ് പിച്ചിൽ കുറച്ച് സമയമെടുക്കും സെറ്റിലാവാൻ. പക്ഷേ അതിന് വേണ്ടൊരു സപ്പോർട്ട് അത് ഒരാൾക്ക് മാത്രം നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. കോച്ച് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ടീമിലെ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് മാത്രമേ സപ്പോർട്ട് കിട്ടുള്ളൂ എന്നുണ്ടോ? എഗെയിൻ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കുത്തി നിറച്ചിട്ട് ടീമിൽ നിന്ന് റൈറ്റ് ഹാൻഡറായിട്ടുള്ള സഞ്ജുവിനെ മാറ്റി മറ്റൊരു റൈറ്റ് ഹാൻഡർ ഉള്ളിൽ കൊണ്ടുവരാനുള്ള ചെയ്തവകർ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആരുടെയും റീസെൻറ്റ് ഫോം വെച്ചിട്ട് ന്യായീകരിക്കാൻ പറ്റുന്നതല്ലത്. ഓഫ് കോഴ്സ് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം, പക്ഷേ നീതിബോധം എന്നുണ്ട്. അത് മനസ്സിലാകാത്ത കാലത്തോളം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, സഞ്ജുവിന് എന്താ കൊമ്പുണ്ടോ? ഉണ്ടെന്ന് പറയേണ്ടി വരും. ആ കൊമ്പിൻ്റെ പേരാണ് ക്ഷമ, പേഷ്യൻസ്. ആ കൊമ്പിലാണ് സാർ നമ്മുടെ T20 വേൾഡ് കപ്പ് തൂങ്ങിക്കിടക്കുന്നത്. ICC പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ട്രോഫിയും.